ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു തിരക്കിട്ട വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ഭയങ്കരമായിട്ട് നല്ല തിരക്കാണ് സംഭവം. ഞാനിന്ന് വീഡിയോ എടുക്കണം എന്ന് വരെ വിചാരിച്ചതല്ല, എന്നാലും നമ്മൾ വീഡിയോ എല്ലാ ദിവസവും ഇട്ടില്ലെങ്കിൽ പണിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റു കുളിച്ചു. അതിനുശേഷം ഇന്നാണ് സുധിച്ചേട്ടൻ മാലിടാൻ പോകുന്നത്. സുധിച്ചേട്ടൻ മാലിടാൻ പോയിട്ട് ഇനി സമയമായിട്ട് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ മാലിടാൻ പോയിട്ടുണ്ട്. 2 മക്കളും സോഫമിരുന്ന് കൊച്ചു TV കാണുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടക്കാണ് ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പം അതേ നമ്മൾ ചോറ് വാർത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ ഇന്ന് എന്നിട്ടുണ്ടാക്കണേ വെള്ളയപ്പമാണ് ഉണ്ടാക്കണത്. വെള്ളയപ്പം അടിച്ചു വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പമാണ്. അപ്പോൾ അത് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് പൊന്തിയാൽ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. അത് തിന്നണ നേരത്തെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അതിനുശേഷം ഇന്ന് വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചീനച്ചട്ടിയിൽ നമ്മുടെ സബോളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് വാടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വെള്ളക്കടല ഒന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളക്കടല ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളക്കടലയും പിന്നെ വെള്ളക്കടലയും രസവുമാണ് ഇന്ന് ഉച്ചക്കലത്തേക്ക് വിചാരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ രാവിലെ വെള്ളയപ്പം കുറുമക്കറി കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ കാണിക്കത്തുള്ളൂ. കാരണം ഇപ്പം തന്നെ ഏകദേശം ഒരു 7:30-8 മണിയായി. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കഴിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സുധിച്ചേട്ടൻ മാലയിട്ട് വരുമ്പോഴേക്കും അവിടെ വിളക്ക് കത്തിക്കണം. തുടച്ചൊക്കെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ജസ്റ്റ് ഒന്ന് രാവിലെ തുടച്ചിട്ടു, മുറ്റമൊക്കെ അടിച്ചിട്ടു. പിന്നെ വരുമ്പോൾ ഒന്ന് വിളക്ക് കത്തിച്ച് വയ്ക്കണം, അത്രേ ഉള്ളൂ. ബാക്കിയൊന്ന് ഞാൻ പെട്ടെന്ന് ചെയ്യട്ടെ കേട്ടോ. എന്താണ് റെഡിയാക്കുന്നതെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനായിട്ട് എനിക്ക് പറ്റണില്ല കേട്ടോ, കാരണം സമയമില്ല. അപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വെള്ളയപ്പം കുറുമക്കറിയാണ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവിൽ അമ്മാതിരി ഒരു സാധനമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വെള്ളയപ്പത്തിനുള്ള മാവ് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറുമക്കറി നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ടിട്ട് നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് മുട്ടക്കുറുമ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചാനലിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ ഊറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള സവാള പച്ചമുളക് ഇഞ്ചിയൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നന്നാക്കുന്നുണ്ട് കേട്ടോ, സൈഡിൽ കൂടി. അപ്പോൾ നമ്മളൊരു സംഭവം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേവണ വരെ അതിന് അനുപാതികമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോറ് ഓരോന്നായിട്ട് ഞാൻ ഊറ്റപാത്രത്തിലോട്ട് ആക്കുന്നുണ്ട്, ഇളക്കാനുള്ളത് ഇളക്കുന്നുണ്ട്. പിന്നെ അതേ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതേ മസാല പൗഡറൊക്കെ ചേർക്കുന്നുണ്ട്. ഒരു മസാലകളും ഇല്ല, ജസ്റ്റ് ഒരു ഗരം മസാല ഇല്ലല്ലോ, നമ്മുടെ പെരിഞ്ചീരകപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ക്രഷ്ഡ് കുരുമുളകും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് പോകും, വെള്ള കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2ാം പാൽ ഒഴിച്ച് ഞാനതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ജസ്റ്റ് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലപ്പാൽ ഒഴിച്ചിട്ടൊന്ന് അടച്ച് വയ്ക്കാം. അതിനിടയ്ക്ക് എല്ലാ സാധനങ്ങളും ഒന്ന് വൃത്തിയാക്കി സ്ലാബ് ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. തുടച്ച് വെക്കുന്നുണ്ട്, കാരണം നമുക്ക് അടുത്ത പണി ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പണി കുറയും. പിന്നെ എന്തിട്ടാണ് നമ്മൾ ഇന്നലെ കോളിഫ്ലവർ വറുത്ത എണ്ണ അതിലിരിപ്പുണ്ടാവും, അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ ഒരു പാത്രം കഴുകിയിട്ടാണ് നമ്മൾ രസം വെക്കാൻ പോകുന്നത്. രസം നമ്മൾക്ക് ഇങ്ങനത്തെ ഉള്ള പാത്രങ്ങൾ വളരെ കുറവാണ്. ഇങ്ങനെ ചീനച്ചട്ടി അങ്ങനത്തെ പാത്രങ്ങൾ, സോസ് പാൻ അങ്ങനത്തെ വളരെ കുറവാണ്. മിതമായ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ മേടിക്കാണ്ടാണ് കേട്ടോ, കാരണം കുറേ മേടിച്ച് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ രസക്കൂട്ട് ഇന്നലെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ തക്കാളി വാട്ടിയിട്ട് ഇതങ്ങാട് പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഇതങ്ങാട് ഇട്ട് വാട്ടിയിട്ട് വെള്ളം കോരി വെച്ചാൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ചാൽ മതി, നല്ല രസം തന്നെ കിട്ടും കേട്ടോ. പിന്നെ മല്ലിയില ഉണ്ടായിരുന്നില്ല, മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതേ നമ്മൾ തക്കാളി വാട്ടിയിട്ടു. തക്കാളി തുമ്പി കൊണ്ടുപോയിരിക്കണമായിരുന്നു കേട്ടോ, അതുകൊണ്ട് അവളുടെ ചാറിപ്പറിച്ച് എടുത്തിട്ടാണ് കേട്ടോ ഈ തക്കാളി അതിലേക്ക് ഇടുന്നത്. തുമ്പി എന്ത് ചെയ്യുന്ന അറിയോ, ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി മുട്ടയൊക്കെ എടുക്കും. തക്കാളി ഒന്നും എടുക്കണതിൽ കുഴപ്പമില്ല, മുട്ടയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളും. ഇപ്പോൾ നമ്മൾ നോമ്പായതുകൊണ്ട് മുട്ട ഒന്നും സ്റ്റോക്കില്ല കേട്ടോ. അങ്ങനെ അതേ നമ്മുടെ ഒരുവിധ ഐറ്റംസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞ് അതിൽ ഒഴിച്ചിട്ടു. പിന്നെ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചിട്ടോ. പിന്നെ അതൊന്ന് തിളക്കാനായിട്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് ഇടാം. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ തലപ്പാൽ ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രസവും റെഡിയായി, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൂവും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
സുധിച്ചേട്ടൻ മാലയിടാൻ പോകുന്നതിന് മുന്നേ വരെ ഞാൻ എല്ലാം മന്ദഗതിയിലാണ് ചെയ്തിരുന്നത്. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ സ്പീഡിൽ ചെയ്യുന്നത്. കാരണം മാലയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ആൾ മാലയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ചിട്ട് വേണം ആളെ കയറ്റാനായിട്ട്. അപ്പോൾ സാമി ആയല്ലോ, സാമിനെ കയറ്റാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് വേണം കയറ്റാനായിട്ട്. അപ്പോഴേക്കും ഞാൻ എല്ലാ പണികളും വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വേഗത്തിലായതുകൊണ്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വേഗം ആയതുകൊണ്ട് എനിക്ക് തപ്പിത്തടയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കാഷ്യൂനട്ട് അതേപോലെ തന്നെ ഉണക്കമുളകും കടുകും കൂടിയിട്ട് ഒന്ന് താളിച്ചിട്ട് ഞാൻ നമ്മുടെ സ്റ്റൂവിലോട്ട് ഇട്ടു. പിന്നെ അടപ്പ് മാറ്റി ഇനി നമ്മൾ വെള്ളക്കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീരെ കുറച്ച് മാത്രം ഗ്രേവി മതി, ഒന്ന് വറ്റിച്ചെടുത്താൽ മതി, എന്നാലേ എനിക്ക് ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ സ്റ്റൂ ഉണ്ടാക്കിയ പാത്രമൊന്നും സ്റ്റൂ മറ്റേ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഇതിലേക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത്, അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കാനായിട്ട് പോയി. അതിന് മുന്നേ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മുടെ കുറച്ച് സ്പൈസസ് ഇട്ടു കേട്ടോ. ഏലക്കായ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏലക്കായൊക്കെ കടലക്കറിക്ക് ഇടുമ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റാനായിട്ട് വെച്ചു. ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വിളക്കൊന്ന് കത്തിക്കാനായിട്ട് പോയിട്ടോ. പിന്നെ കൃഷ്ണന് രാവിലെ വിളക്ക് കത്തിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഏകദേശം 7 മണി ആയിട്ടുള്ളൂ കേട്ടോ. വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം എന്തായാലും സ്വാമി വരുന്നതിന് മുമ്പ് വിളക്ക് കത്തിക്കണം എന്നറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴാണ് വിളക്ക് കത്തിച്ചത്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വാലുകൾ എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, തുമ്പിയും സുക്രമൊക്കെ ഇതെടുക്കോ അങ്ങനെ ഇങ്ങനെയൊക്കെ പേടിയായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ അവർക്ക് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഈ വക കളികളിലൊന്നും അവർക്ക് പോവാറില്ല. പിന്നെ ശരിക്കും കിണ്ടിയിലാണ് വെള്ളം നിറച്ച് വെക്കേണ്ടത്. നമുക്ക് കിണ്ടിയില്ലാത്തതുകൊണ്ട് ഞാനൊരു ചുറ്റുപാത്രത്തിലാണ് കേട്ടോ വെള്ളം നിറച്ച് വെച്ചിരുന്നത്. കുറച്ച് തുളസിയിലയും കൂടെ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മുടെ വെള്ളക്കടല അതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കടയിലൊക്കെ ഇതിനെ ചന മസാല എന്നാണ് കേട്ടോ പറയാറ്. ഇതിൽ ഇതെല്ലാ പൊടികളൊക്കെ ചേർത്ത് ഇങ്ങനെ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. സ്വാമി വന്നു കേട്ടോ. സ്വാമി വന്നിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ മുട്ട സ്റ്റൂ ഉണ്ടാക്കി. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കി. ചോറ് റെഡിയായി. അതേപോലെ തന്നെ പിള്ളേർക്ക് കടല പുഴുങ്ങിയത് വെച്ചിട്ട് തുമ്പിക്ക് അടുക്കളയിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്വാമിയാണ് വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും തുമ്പിനെയും സുക്രൂനെയൊക്കെ റെഡിയാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും സ്വാമി എന്ത് ചെയ്തു, വെള്ളയപ്പൊക്കെ ഒന്ന് ജസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പറയണല്ല, നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഇച്ചിരി മധുരക്കറി തേങ്ങാപ്പാലുള്ള കറി കൂട്ടുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. ഞങ്ങൾ കഴിക്കാനെടുത്തപ്പോഴില്ലേ ഇതിൻ്റെ കൂടെ ആ ഒരു കടലക്കറി എടുത്തു. പക്ഷെ തീരെ മാച്ച് ഇല്ല കേട്ടോ. കടലക്കറിക്ക് ടേസ്റ്റ് ഇല്ലാണ്ടല്ല, പക്ഷേ ഈ ഒരു നാളികേര പാലിൻ്റെ ആ ഒരു കറിയാണ് ശരിക്കും വെള്ളയപ്പത്തിന് ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് കൂട്ടി നല്ലോണം കഴിച്ചു കേട്ടോ. കൂട്ടത്തിൽ ചായയും കൂടെ കഴിച്ചു. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ കടയിലേക്ക് പോകാൻ പോകണം കേട്ടോ. ഷോറൂമിലേക്ക് പോകാൻ പോണ വഴിക്ക് സുക്രു നേഴ്സറിയിലാക്കണം, തുമ്പി മോളെ എവിടേക്കാക്കണം, ആനാപ്പുഴയിലാക്കണം കേട്ടോ. അത് രണ്ടും എൻ്റെ പുറകിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ. എല്ലാവർക്കും അറിയാം സ്ഥിരം ഇടുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുപ്പിയോളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, അത്രേ ഉള്ളൂ. എപ്പോഴൊന്നും ഇടാറില്ല, ഒരു വാച്ച് മാത്രമേ കിട്ടാറുള്ളൂ. എന്നാലും ഇന്ന് എനിക്ക് ഈ റെഡ് കുപ്പിയോളെ ഡ്രസ്സ് ഇട്ടപ്പോൾ ഞാൻ റെഡ് കുപ്പിയോളെ കണ്ടോ, അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ കുഞ്ഞിട്ടായിട്ട് കൊടുത്തോ.